ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ജിദ്ദയിൽ നിന്നും ഞങ്ങൾ തോയ്ഫിലേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ രാവിലെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. രാവിലെ 7 മണിക്ക് ഷർഫിയയിൽ നിന്ന് നമ്മൾ മൗലവി പിന്നെ അതിൻ്റെ കീഴിലുള്ള ഇതിലാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ മദീനത്തേക്കൊക്കെ പോയില്ലേ, ആ ഒരു ഇതിലാണ് സിയാറയിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ പോകുന്ന വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളുള്ളൂ. ഒരുപാട് ആളുകൾ കാണാത്തവരുണ്ടാവും, കണ്ടവരുണ്ടാവും കേട്ടോ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ പുറപ്പെടാൻ പോവാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കി കേട്ടോ. അവിടെ പാക്കലുണ്ടാവും, പുകയെല്ലുണ്ടാവും, പൂച്ചെല്ലുണ്ടാവും, ആടുണ്ടാവും, നായുണ്ടാവും, എല്ലുണ്ടാവും, തോണിണ്ടാവും, 3 തോണി. അവിടെ വട്ടര കളുണ്ട്, 3 വട്ടരം ഉണ്ട്. الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما تحب وترضى اللهم هون علينا سفرنا وطول عنا برده اللهم أنت صاحب في السفر والخليفة في الأهل والمال والولد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن شاء الله എല്ലാവരും ഫുഡിൻ്റെ ഇതെന്ന് പറയട്ടോ. അതായത് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ്? ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, സാധാ. അപ്പോൾ മക്കളെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഭംഗിയില്ല, കാണാൻ തന്നെ ഒരു ഭംഗിയില്ല. നല്ല എന്താ പറയുക, മുള്ള ചെടികളും ഇതൊക്കെ ആയിട്ട് ആ ചെടീൻ്റെ ഭംഗി തന്നെ നോക്കിയാണ്. ഈ പച്ചപ്പുല്ലൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാണ് ഇവിടെ. ഈ തായ്ഫിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ മക്കളെ. കാണാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിദ്ദയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയിക്കോളി, ഒരു ഇതും വരില്ല. അപ്പം ഇതാണ്ടില്ല, എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഉസ്താദ് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോക്കണ്ടി കേട്ടോ. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد قال الله سبحانه وتعالى إن أول بيت وضع للناس للذي ببكة مباركا وقال الله سبحانه وتعالى ربي إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة واجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ നല്ലൊരു ദിവസം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ജുമുഅയുടെ ദിവസമാണ്. അതുകൊണ്ട് ഈ ദിവസം നിങ്ങളെ ഏറ്റവും പ്രധാനമായി തെരഞ്ഞെടുത്ത് ചെയ്യേണ്ട കർമ്മം അത് എൻ്റെ പേരിലുള്ള സലാത്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതുകൊണ്ട്
ഇന്നത്തെ ദിവസം നിങ്ങളെ യാത്രയിലൊക്കെ ധാരാളമായി സലാത്ത് വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്ന പ്രദേശമായ ത്വായിഫിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ള ചെറിയ ഒരു ഫാമിലി ഉണ്ട്, നമുക്ക് അവരെ അവഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് മലയാളത്തിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ആരും ഉറങ്ങൂല എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞാനുള്ളത്. നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞു അതേ രസം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കുറച്ച് സമയം എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആദ്യമായി നിങ്ങളോട് ഉണർത്തുകയാണ്. अल्हम्दुलिल्लाह आज ऐसा हरम शरीफ का अंदर से जो आपका सोच में आया, एक मासियत करने में सोच किया, ऐसा आपका फिक्र में आया, उनके लिए भी आपका ये गुनाह अल्लाह ने लिखेगा, उनका सदा भी आपको मिल जाएगा. इतना सख्त सदा अल्लाह ने आपको देगा. ये कुरान शरीफ का इरशाद है. ऐसा जगह है, ये जगह का इतना एहतराम है. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളുടെ മുമ്പിൽ അവരോട് ആവശ്യപ്പെടുന്നു ഈ വസ്തുക്കളെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ആദം നബി അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് മലായികത്തുകളോട് ചോദിച്ചപ്പോ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, അല്ലാഹുവേ നീ പഠിപ്പിച്ചു തരാത്തതിനെ കുറിച്ചുള്ള ഒരു അറിവ് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലായികത്തുകൾ കൈമലർത്തിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനോട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നു. ആദം നബി അലൈഹി സ്വലാം മലായികത്തുകൾക്ക് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ മനുഷ്യൻ അറിവുള്ളവനാകുമ്പോ, മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും ബോധ്യത്തിലും ആകുമ്പോ ആ മനുഷ്യന്റെ സ്ഥാനം മലായികത്തുകളെക്കാളും മീതെയാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മലായികത്തുകളോട് ആ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ ചിന്തിക്കേണ്ട യാതൊരു കാര്യവും ഇവിടില്ല. അള്ളാഹു കൽപ്പിക്കുന്നത് ചെയ്യുക എന്നതാണല്ലോ ഇബാദത്ത്. അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് ചെയ്യാനാണ് ഇബാദത്ത്. അവിടെ ആദം നബി അലൈഹി സ്വലാമിന്റെ മുമ്പ് സുജൂദ് ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസരിക്കലാണ്. അതിനെക്കുറിച്ചാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ആദ്യമായിക്കൊണ്ട് ഒരൊറ്റ ആള് അതിനെ എതിർക്കുന്നു. ഞാൻ ചെയ്യുകയില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ എവിടെയും സുജൂദ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ആദമിന്റെ മുമ്പിൽ, ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആദ്യമായി മനുഷ്യന്റെ ശത്രുവായി അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് അവൻ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വിസമ്മതിക്കുകയും അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, ഇവനെ സൃഷ്ടിച്ചത് നിസാരമായ മണ്ണ് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പോലും ചോദ്യം ചെയ്ത ഇബ്ലീസ് ലഅനത്തുല്ലാഹിയെ കാണിച്ചുകൊണ്ട് അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, യാ ബനി ആദം ലാ തഅബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. മനുഷ്യരെ, നിങ്ങൾ ഈ കാണുന്ന ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത്, ശൈത്താൻ നിങ്ങൾ വശംവദനായി പോകരുത്. നിങ്ങൾ എന്നെ ആരാധിക്കുക, എന്നെ നിങ്ങൾ സ്മരിക്കുക. നിങ്ങൾ ഒരിക്കലും ശൈത്താനെ അവന് ഇബാദത്ത് ചെയ്യരുത്. അവൻ നിങ്ങളെ ശത്രുവാണ്, നിങ്ങളെ അവൻ വൈകേടിലാക്കും, നിങ്ങളെ ഹിദായത്തിൽ നിന്ന് അവൻ തെറ്റിക്കുമെന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മളവിടെ ശൈത്താൻ ഇബാദത്ത് ചെയ്യുന്നത്, ശൈത്താൻ നമ്മൾ ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ദേഹച്ചക്ക് വൈപ്പെട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ശൈത്താൻ ഇബാദത്ത് ചെയ്യലാണ്. അപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവ്വാബിയെയും അള്ളാഹുവിന്റെ നേരത്തെയുള്ള തീരുമാനപ്രകാരം അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. മലായികത്തുകളുടെ ചിറകിലേറിക്കൊണ്ട് ഈ ഭൂമി ലോകത്തേക്ക് ആ അവ്വാബിയെയും ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല ഇറക്കി വിടുമ്പോ ഭൂമിയിലുണ്ടാകുന്ന ഓരോരോ കാലാവസ്ഥാ വ്യതിയാനങ്ങള്, ഓരോ ആകാശങ്ങളും കടന്നു പോരുമ്പോ ഉണ്ടാകുന്ന പ്രയാസങ്ങള് ആദം നബി അലൈഹി സ്വലാമിന്റെ അവ്വാബിയെയും വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അവരുടെ ശരീരത്തില് അതിന്റെ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. കരച്ചിലോട് കരച്ചിൽ, വല്ലാത്ത ഖേദവും ദുഃഖവും, അത് സഹിക്കാനാവാത്ത ദുഃഖം താങ്ങി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥനയിലും തോബയിലുമായി അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിന്റെ തോബ സ്വീകരിച്ചു. ഭൂമിയില് ആദം നബി അലൈഹി സ്വലാം ആദ്യമായി ഇറങ്ങിയത് ഇന്ത്യയിലെ മൗണ്ട് ആദം എന്നറിയപ്പെടുന്ന ശ്രീലങ്കയിൽ നിന്ന് കാണപ്പെടുന്ന ടൂറിസ്റ്റുകൾ, സഞ്ചാരികളൊക്കെ ധാരാളം വരുന്ന ആ മലയുടെ മുകളിലാണ് ആദം നബി അലൈഹി സ്വലാം ഇറങ്ങിയത്. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഉമ്മ ഹവ്വാബി റളിയല്ലാഹു അൻഹ ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ജിദ്ദയിലാണ്, അല്ലേ? ജിദ്ദയില് ഹവ്വാബിന്റെ ഖബറുണ്ട്. നിങ്ങളാരെങ്കിലും പോയിനോ? കാണാൻ പോയിനോ? കാണാൻ പോയ ആൾക്കാരൊന്ന് കൈയൊന്നിച്ചാണ് ഈ ഹവ്വാബിന്റെ ഖബറ്. ഹവ്വാബിന്റെ ഖബറ് കണ്ട ആൾക്കാരൊന്ന് കൈയൊന്നിക്ക. ഒരാള്
ഒരൊറ്റ ആളെ കണ്ടിട്ടുള്ളൂ. ആരും കണ്ടില്ല? നിങ്ങളൊന്നും കണ്ടില്ല? കാണാൻ പോകണം. ആ, കുറച്ച് ആൾക്കാർക്ക് ഉറങ്ങുന്നുണ്ട്. അപ്പോ ഔബാബിന്റെ ഖബർ ഇല്ല ജിദ്ദയിലാണ്. ജിദ്ദയിലെ ബഗ്ദാദിയ നമ്മൾ പറയപ്പെടുന്ന ബലദിലെ അമ്മാരിയ, ബലദ് ബാബുമക്കൊക്കെ സന്ധിക്കുന്ന അമ്മാരിയയില് മക്ബറത്ത് ഉമ്മുന ഹവ്വ, അത്രയും പ്രശസ്തമായ മക്ബറയാണ്. അതിന്റെ തൊട്ടുചാരിയാണ് നമ്മളെ ബലദിന്റെ ഇന്ന് മനോഹരമായി സൗദി ഗവൺമെന്റ് സംവിധാനിച്ചുകൊണ്ടിരിക്കുന്ന ബലദ് സിറ്റി. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇന്ന് ഈ സമാധാനിയല്ല. ആദം നബി അലൈഹി സ്വലാം ശാന്തനാകുന്നില്ല. ആദം നബി അലൈഹി സ്വലാം കരച്ചിലാണ്. സ്വർഗത്തിൽ നിന്നുള്ള ആ വരവ്, സ്വർഗത്തിന്റെ സന്തോഷങ്ങള്, സ്വർഗത്തിൽ യാതൊരു തരത്തിലുള്ള അരോചകങ്ങളില്ല, അവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല. മിനയിലാണ് പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹലോ മിന ഷെരീഫ്, മിന ദേഖന, എല്ലാവരും ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഉഷാറാകാം. മിനയിലേക്കുള്ള ട്രെയിൻ സർവീസ് ആണ് ഈ പോകുന്നത്. അപ്പോ മിന നിങ്ങൾക്കറിയാം, അള്ളാഹുവിന്റെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ മാറ്റമേറിയ പ്രദേശമാണ് ആ മിന. മിനയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. മിനയിലെ ടെന്റുകളാണ് നമ്മൾ കാണുന്നത്. മിനയില് ഉള്ള ടെന്റുകളാണ് ഇപ്പൊ 2 ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഷാബാനി നമ്മള് മിനയില് കല്ലെറിയുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മള് കാണും. സൈഫ് ഇതൊക്കെ കാണും. അങ്ങോട്ട് പിന്നെ നിങ്ങളുടെ ഇടതു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാം. അവിടെയാണ് ആ തലക്കൽ അങ്ങോട്ട് കാണാം. ആ കാണുന്ന വലിയ കെട്ടിടങ്ങൾക്ക് അപ്പുറത്താണ് മിനയിൽ നമ്മൾ കല്ലെറിയുന്ന സ്ഥലങ്ങളുള്ളത്. ഇടതു ഭാഗത്ത് ഈ കാണുന്ന മിനാരങ്ങളുള്ള 2 പള്ളികൾ കാണുന്നതാണ് മസ്ജിദ് ഇബ്രാഹിം എന്ന് പറയുന്നത്. അറഫായിലെ സംഗമത്തില് മസ്ജിദ് ഇബ്രാഹിമിലാണ് ആൾക്കാരൊക്കെ ഇമാമ് ഖുത്ബ ഓതിയിട്ട് അറഫ സംഗമം തുടങ്ങുന്നത് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഇബ്രാഹിം നബി പിന്നെ ആദം നബി അലൈഹി സ്വലാം അവ്വാ ബീവി കണ്ടുമുട്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ ഇതാണ്. ഇത്രയും ചെറിയ ഒരു പ്രദേശം മാത്രമാണ് ഈ ലക്ഷക്കണക്കിന് ഹാജിമാരെ ഉൾക്കൊള്ളുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മിന ഒരു ഗർഭാശയത്തെ പോലെയാണ്. ഒരു ഗർഭാശയത്തില് എത്ര കുട്ടികളും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. അതിനനുസരിച്ച് വികസിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ ഒരു സ്ഥലം, ഒരുപാട് വികാസം ഉണ്ടാകാൻ കഴിയുന്നതാണ് അതിന്റെ അത്ഭുതം. അങ്ങനെ മനുഷ്യർക്കനുസരിച്ച് മിന വികസിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ മിന എന്ന് പറയുന്നത്. അപ്പം ആ മിനയിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മളുള്ളതുണ്ടോ മുസ്ദലിഫ, നിഹായത്ത് മുസ്ദലിഫ്, നിഹായ എന്ന് പറഞ്ഞാല് മുസ്ദലിഫ എൻഡ് ആവുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. മുസ്ദലിഫ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രദേശമാണ് മിന. ഇനി നമ്മൾ കാണുന്ന വലതുഭാഗത്ത് മുൻഭാഗത്ത് കാണുന്ന പച്ച ഒരു കെട്ടിടം നിങ്ങൾക്ക് കാണാൻ കഴിയും. വലതുഭാഗത്ത് പച്ച കളറില് അതാണ് ഹജ്ജിന് നമ്മൾ വരുന്ന ആളുകള് അറവ് കൊടുക്കുന്നത്, അറക്കുന്ന സ്ഥലമാണ് കേട്ടത്. ഈ വലതുഭാഗം ഇവിടെ ഈ ഭാഗത്ത് വലതുഭാഗത്ത് കാണുന്ന അതാണ് ആടുകളൊക്കെ അറുത്തിട്ട് ഹാജിമാര് നിങ്ങള് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുമ്പോ നിങ്ങളോട് അതിനുള്ള ഫണ്ട് വാങ്ങും. ആ ഫണ്ട് വാങ്ങിയിട്ട് ആടുകളെ അറുത്തിട്ട് അത് ഒരു ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ തന്നെ വിതരണം ചെയ്യാവുന്ന സംവിധാനമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് ഇറച്ചിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാണ്. ഇവിടുന്ന് ഫ്രീസർ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു പിന്നെ അറവുശാലയാണ് ഈ കാണുന്നത് കേട്ടോ. വലത് ഭാഗത്ത് കാണുന്ന പച്ചയെ जबे करने वाले जगह है जो हाजी लोगों को जबे करते हैं, कुर्बानी करते हैं, यही जगह से। ഇതാണ് നമ്മള് അങ്ങനെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം റസൂലിന് വഹിയൊക്കെ ലഭിച്ച ആദ്യത്തെ വഹി സന്ദേശങ്ങൾ ലഭിച്ച ആ ഒരു പ്രദേശത്തിലൂടെയാണ് ഇങ്ങനെ നമ്മള് ഷറായി ഭാഗത്തിലൂടെ നമ്മളിങ്ങനെ താഴത്തിന്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇറ നമ്മുടെ പിറകിലായി കഴിഞ്ഞു പോയി. നമ്മൾക്ക് കുറച്ച് അകന്നുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇറ കാണാതെ പോയത്. ഏതായിരുന്നാലും അങ്ങനെ ആ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനന്നൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, മക്കളിലേക്ക് തിരിച്ചു വിടുകയാണ്. അപ്പോൾ നമ്മളിപ്പോ പോകാൻ പോകുന്ന സ്ഥലം അതാണ്
ജറാന എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സ്റ്റേഡിയം കാണുന്ന ഈ ഒരു പ്രദേശത്താണ് നമ്മൾ ഷറായി എന്ന് പറയുന്നത്, വാദി ഹുനൈൻ എന്ന അതിന്റെ പേര്. അപ്പൊ ഈ പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നത് എന്താ പറഞ്ഞാല് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു ചരിത്രത്തിന്റെ നിബിധങ്ങൾ ഒരുപാട് ദിവസങ്ങളോളം കഴിഞ്ഞുകൂടിയ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ചരിത്രത്തിലേക്ക് ഞാൻ മറ്റേ സംഭവത്തെ നിർത്തിവെച്ചതിലേക്ക് കടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹിജ്റ പുറപ്പെട്ടതിന്റെ 8ാം വർഷം മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ മക്ക ഫത്ഹ് ആവുകയാണ്. മക്കയിൽ വലിയ റിപ്പബ്ലിക് ആകാൻ വേണ്ടിയിട്ട് മക്കയിലുള്ള മുഴുവൻ കബീലകളും ഇസ്ലാമിനെ സ്വീകരിക്കാൻ തയ്യാറായി, അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി. തന്നീമിലേക്ക്, മസ്ജിദ് ആയിഷയിലേക്ക് പോകും, അല്ലെങ്കിൽ ഷുമൈസിയിൽ പോകണം. അങ്ങനെയുള്ള പോകുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനമായി പരിഗണിക്കുന്നത് ഈ സ്ഥലത്തിനാണ്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ വെച്ചിട്ട് ഉംറ ചെയ്യുകയും ഇവിടെ വെച്ചിട്ട് ഇഹ്റാം ചെയ്യുകയും ഇവിടുന്ന് കുളിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട്, ഇവിടുന്ന് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് പോയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് ചരിത്രപരമായി വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ടും ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൽ വെള്ളം വളരെ കുറഞ്ഞ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിണറിലേക്ക് തന്റെ ആവനായിൽ നിന്ന് ഒരു അസ്ത്രം എയ്യുകയും അങ്ങനെ ആ കിണറിൽ നിന്ന് കൂടുതൽ വെള്ളം നിർഗളിക്കുകയും ആ വെള്ളത്തിൽ നിന്ന് നിബിധങ്ങൾ കുടിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഉംറ നിർവഹിച്ച സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 20 മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാവരും ഒന്നു എടുത്ത് പെട്ടെന്ന് ആ ഒന്നു തന്നെ നിലനിർത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇനി ത്വായിഫിലേക്ക് وأوتاد في السنة الثامنة من الهجرة ووزع فيها الغنائم. وسئل أنس بن مالك رضي الله عنه كم حج النبي صلى الله عليه وسلم قال حجة واحدة واعتمر 4 عمرة. ഉംറത്തുൽ ഈമാനിയുടെ വെള്ളം പറഞ്ഞാൽ എല്ലാവരും ബർക്കത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന വെള്ളമാണ്. കാരണം നബിയുമായി ബന്ധപ്പെട്ട കിണറായതുകൊണ്ട് റസൂലുള്ള അങ്ങനെ അവസാനിപ്പിക്കാണ്. ഇപ്പോൾ നമ്മുടെ ത്വായിഫിന്റെ അതിർത്തികളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ത്വായിഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഓരോ മലകൾക്കും ഓരോ വാദികൾ ഉണ്ടാവും, മലഞ്ചെരിവ്. ഇതാണ് അണക്കെട്ട്. കണ്ടില്ലേ? സദ്ദു കിരിമ എന്നതിന്റെ പേര്. കിരിമ ഡാം അണക്കെട്ട് എന്ന് കണ്ടത്. लोगों का जमाने में ऐसा बने होता है. इधर पुराना एक कब्रिस्तान भी है. അങ്ങനെ കണ്ട പോലെ അതിനകത്തുള്ള കാഴ്ചയുടെ ഉള്ളിൽ കിടക്കാനും കയ്യിൽ അടച്ചിട്ടേക്കാണ്, ക്ലോസ് ആണ്. ഇതാണ് കേട്ടോ സദ് കിരിമ റളിയല്ലാഹു അൻഹു. കിരിമ റളിയല്ലാഹുവിന്റെ പേരിലുള്ള അണക്കെട്ടാണ്. तो पत्थर मार के इधर बैठा था, ये जगह में बैठा था, इसलिए ये मस्जिद का नाम मस्जिद कुओ है. ये पहाड़ है, देखा ये पहाड़ के नीचे ये जगह. हाँ, लोग बोलते हैं पहाड़ का ऊपर जो पत्थर है हुजूर का ऊपर गिराने ऐसा कर दिया था, लेकिन अल्लाह ऐसा रुका दिया. बस ये कहानी आदमी लोग बोलते, बस किताब में नहीं है. ഈ ജഗ में हुजूर बैठा था. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ലേറ് കൊണ്ട് ഇരുന്ന സ്ഥലമാണ് ഇട്ടത്. നബിയുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ചിട്ട് നബി തങ്ങൾ ഇരുന്ന ആ സ്ഥലമാണിത്. ഇവിടെ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി പ്രാർത്ഥിച്ചത്.
അള്ളാഹുവിനോട് ഒരു കരഞ്ഞ് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ നീ എന്നെ എങ്ങോട്ടാണ് പറഞ്ഞേക്കുന്നത്, ഏത് ശത്രുക്കളുടെ കയ്യിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ റസൂലുള്ള പ്രാർത്ഥിച്ച. എനിക്ക് അവിടെയുള്ള മൺകുടിലുകളൊക്കെ നോക്കാം. വലത് ഭാഗം നോക്കങ്ങളെ, വലത് ഭാഗത്തുള്ള മൺകുടിലുകളാണ് സക്കീഫ് ഗോത്രക്കാരുടെ വീട്. സക്കീഫ് ലോകം കയറിയേക്കാം जो मिट्टी से बना हुआ देखा അവിടെ കണ്ടില്ലേ പഴയ മണ്ണ് കൊണ്ടുള്ള കുടിലുകളൊക്കെ കണ്ടില്ലേ. ഇതാണ് അന്നത്തെ പഴയ കാലത്തുള്ള ഓരോ ഗോത്രങ്ങളൊക്കെയാണ് കേട്ടോ. ഓരോ വീടിന്റെ ഏരിയയാണ്. സക്കീഫ് എന്ന് പറഞ്ഞ ഗോത്രക്കാരാണ് തോൽക്കിലെ ഏറ്റവും ശക്തരായ ഗോത്രക്കാര്. അവരുടെ വീടാണ് ഈ കാണുന്നത്. ഇപ്പൊ നമ്മള് മുന്നിൽ കാണുന്ന ഒരു പള്ളി ഉണ്ടല്ലേ, ഒരു പഴയകാല പള്ളി. ഈ പള്ളി ചരിത്രപരമായിട്ടുണ്ടായ പള്ളിയല്ല, പക്ഷെ ത്വായിഫിലെ പള്ളിന്റെ നിർമ്മിതികള് പഴയ കാലത്തുള്ള ഒരു മുനാറാണ് നിങ്ങൾ കാണുന്നത്. ये मीनार को माजिना बोलते हैं, माजिना। इसका मतलब क्या है, जो मुअज्जिन अजान देने के लिए ऐसा ऊंचा जगह में खड़े होती है. ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രൂട്ട്സുകളൊക്കെ ഉള്ള തോട്ടമാണ് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ തോട്ടം, അത്തിപ്പഴം, പിന്നെ ബൾബറി, പിന്നെ സ്ട്രോബെറി അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു തോട്ടത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഈ നടന്നു പോകുന്നത്. അപ്പോൾ ഉസ്താദ് ഞങ്ങളും കൂടി ഇങ്ങനെ ബസ്സിറങ്ങി നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ അടിപൊളിയായിട്ട് ഇവർ ഇവിടെ നിന്ന് തന്നെ അവിടെ തന്നെ ഉണ്ടാകുന്ന പിന്നെ ഫ്രൂട്ട്സുകൾ ഒരു പറിച്ചുകൊണ്ട് അവിടെ തന്നെ വിൽക്കേണ്ടതാണ്. ബ്ലൂബെറി, പിന്നെ പേരക്ക, സ്ട്രോബെറി. ആ പച്ച കാണുന്നത് അത്തിപ്പഴം കേട്ടോ, ഒറിജിനൽ അത്തിപ്പഴം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അതിൻ്റെ ഉള്ളിൽ ചുവപ്പ് നിറാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ആ അത്തിപ്പഴത്തിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. പിന്നെ സ്ട്രോബെറി, പിന്നെ മുന്തിരി, അങ്ങനത്തെ ഒരുപാട് പഴങ്ങൾ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവർ. അപ്പം അത് കുറച്ച് കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് അങ്ങനത്തെ സ്ഥലങ്ങളാണ് നമ്മൾ ഈ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ട്രോബെറി ഫ്രഷ് നെക്കിലിക്ക് സാത്ത് എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ട് അവിടേക്ക് വരും കേട്ടോ. നെക്കിലി സ്വീറ്റ് ഷോപ്പിന്റെ മുമ്പിൽ എല്ലാവരും നിൽക്കട്ടോ. अभी फिर हुजूर ने ये आदमी हुजूर के साथ में बैठा था, आ गया। फिर हुजूर उसको पूछा, तुम देखा था मेरे साथ एक आदमी? उसने बताया हाँ मैं देखा था। वो कौन है तुमको बताया? उसने बताया मेरे को मालूम नहीं है हुजूर, अल्लाह रसूल आलम। इसलिए हुजूर ने बताया ये जिब्रील अलैहिस्सलाम है। അപ്പം ഗൈസ് നമ്മൾ പിന്നെ പള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒരു പാർക്കിലേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പം ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, എല്ലാ ബിരിയാണികളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു ബീഫ് ബിരിയാണി, 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത്. അടിപൊളി ബിരിയാണി കേട്ടോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമ്മൾ റിച്ചോട്ട പാർക്ക് കണ്ടപ്പം പിന്നെ ഹാല് മാറിയിട്ട് ഫുഡൊന്നും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഓനക്ക് അതിൻ്റേതായിട്ടുള്ള പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം അവിടെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ തായിഫിലേക്ക് എത്തിയ വിശേഷങ്ങൾ. ഇനി നമ്മൾ വേറെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അവിടുത്തെ വിശേഷങ്ങൾ വേറെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബായ്, അസ്സലാമു അലൈക്കും.